കിളി മാത്രല്ലേ കിളിക്കൂട് വരെ പറന്നു. ഒരു നോർമൽ സെൻ ഓടിക്കുക എന്നുള്ള മൈൻഡിലൊന്നും ഇത് കയറി ഓടിക്കാൻ ക്വിക്കസ്റ്റ് സെൻ ഇൻ കേരള എന്ന്. ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്കിഡ് വ്ളോഗ്സ്. പല പ്രാവശ്യമായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നു സെൻ ഒന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നു. സോ ഞാൻ ആദ്യം വിചാരിച്ചു സുസുക്കിയുടെ സെൻ നമുക്ക് സെൻ സ്റ്റീൽ അല്ലെങ്കിൽ സെൻ കാർബണൊക്കെ വെച്ച് തുടങ്ങാമെന്ന്. പക്ഷെ പിന്നെ തോന്നി ആ ഒരു റെയർ പീസിലും അതൊക്കെ മേലെ എന്തെങ്കിലും വേണമെന്ന്. സോ അങ്ങനെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി സെൻ 1.6 ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. Light work with the bass on the track, on my face to the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple man slide around like the hate in the gaff. Please stop talking that trash, cause the vibes in the front all the way to the back. മോഡൽ മാരുതി സുസുക്കി സെൻ 1.6നെയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഇത് വെറും ഒരു സെൻ അല്ല, കാരണം 993 cc 993 cc വരുന്ന ഒരു സ്റ്റോക്ക് സെന്നിനെ അപ്ഗ്രേഡ് ചെയ്ത് 1.6 1590 cc ആക്കി മാറ്റിയെടുത്തിരിക്കുന്ന ഒരു മാസീവ് ബിൽഡ് ബൈ റേസ് കൺസെപ്റ്റ്. സോ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്, ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ സ്ട്രെയിറ്റ് വേ ലെറ്റ്സ് ഓപ്പൺ ദി എഞ്ചിൻ ബേ. ഈ ഒരു അഡീഷണൽ ബോണറ്റ് ലോക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും റിമൂവ് ചെയ്താണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് റേസ് കോൺസെപ്റ്റ്സിൻ്റെ ആ ഒരു 1.6 ലിറ്റർ എൻജിൻ പാക്കേജ് ഫോർ മാരുതി സുസുക്കി സെൻ. 1590 cc ഇൻലൈൻ 4 സിലിണ്ടർ സിംഗിൾ ഓവർ ഹെഡ് ക്യാം MPFI മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ 130+ HP ആണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് റേസ് കോൺസെപ്റ്റ്സിൻ്റെ സ്റ്റേജ് 3 ഹെഡർ അപ്ഗ്രേഡ്, അതുപോലെ അപ്സൈസ് ത്രോട്ടിൽ ബോഡി, സൈഡ് എക്സിറ്റ് എക്സോസ്റ്റ് സിസ്റ്റം, PMC ഇൻടേക്ക് സിസ്റ്റം, ലൈറ്റ് വെയ്റ്റ് ഫ്ലൈ വീൽസ്, അപ്ഗ്രേഡഡ് ഓയിൽ പമ്പ്സ്, അപ്സൈസ്ഡ് ഫ്യൂവൽ പമ്പ്സ്, അഡ്ജസ്റ്റബിൾ ടൈമിംഗ് വീൽ വിത്ത് ഹൈ കംപ്രഷൻ റേഷ്യോ ആൻഡ് XCD ക്ലച്ച് അപ്ഗ്രേഡ് എന്നിങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ യാതൊരു ഡൗട്ടും കൂടാണ്ട് പറയാൻ സാധിക്കും ഇറ്റ്സ് എ പവർ പാക്ക് മെഷീൻ. സോ എന്തായാലും ലെറ്റ്സ് ക്ലോസ് ദി ഹുഡ് ബേ. ബൈ ദ വൈ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹുഡ് എന്ന് പറയുന്നത് ഫൈബർ കോമ്പോസിറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഹുഡാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുറക്കുവാനും അടയ്ക്കുവാനും തന്നെ ഭയങ്കര ഈസിയാണ്. പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ല, ഒരു കാറ്റ് പോലും പിടിക്കാനുള്ള ഒരു ബലമില്ലാത്ത ടൈപ്പിലുള്ള ഒരു ഹുഡ് ബിയാണ് ഇതിന് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷനാണ് ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. അകത്തേക്കുള്ള നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ക്യൂട്ടാണ് ഇവൻ്റെ ഫേസ് കാണാനായിട്ട്. പക്ഷേ അറിയുന്നില്ലല്ലോ ഇവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ. ആൻഡ് ഇവിടുന്ന് നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കായിട്ട് വരുന്നത് തന്നെ ഒരു ഗ്രില്ലും അതിന് നടുക്കായിട്ട് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് എല്ലാം മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ബോണറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ബമ്പേഴ്സിൻ്റെ അപ്പർ പോർഷനൊക്കെ മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ അഡീഷണൽ ഫോഗ് ലാംപ്സ് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബമ്പർ ലിപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ഫുള്ളി ആ ഒരു സ്റ്റോക്ക് ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞൻ വാഹനം, 2335 mm വീൽ ബേസ് ഉള്ള ഒരു 5 ഡോർ ഹാച്ച് ബാക്ക്. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു വാഹനത്തിൻ്റെ ടയേഴ്സിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ 14 ഇഞ്ച് 6.5G റിംസിൽ യൂസ് ചെയ്തിട്ടുള്ളത് 185/55 14 സൈസിലുള്ള ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ആൻഡ് ബ്രേക്കിംഗ് അസംബ്ലി ഓൾസോ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനെ പിടിച്ച് നിർത്തണമല്ലോ. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു കസ്റ്റം അല്പം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഫെൻഡേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റിയർ സൈഡിലും അതുപോലെ തന്നെ അല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫെൻഡേഴ്സാണ് വരുന്നത്. തൊട്ട് മുകളിലായിട്ട് തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ മൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. എല്ലാം ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. അതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ നമുക്ക് റേസ് കോൺസെപ്റ്റ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ ലൈൻ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്ക് വശം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നേരെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈലിൽ നേരെ നോക്കുമ്പോൾ വണ്ടി ഒരു അല്പം ലോവേഡ് ആയിട്ട് നമുക്ക് തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് റേസ് കോൺസെപ്റ്റ്സിൻ്റെ തന്നെ അഡ്ജസ്റ്റബിൾ കോയിൽ ഓവേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ റിയർ ടയേഴ്സിലേക്ക് നേരെ നോക്കുമ്പോൾ ഫ്രണ്ടിലെ സെയിം തന്നെ ആ ഒരു ടയേഴ്സ് ആൻഡ് റിംസ് ആണ് ബാക്കിലും യൂസ് ചെയ്ത് വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫ്രണ്ട് വീൽ ഡ്രൈവ് പോക്കറ്റ് റോക്കറ്റ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈൽ വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇറ്റ്സ് നോട്ട് എ ബോക്സി ഷേപ്പ്. ആ ഒരു ഉരുളിമയൊക്കെ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരെ മുകളിലും നേരെ താഴേക്കായിട്ട് തന്നെ റേസ് കോൺസെപ്റ്റ്സിൻ്റെ ബാഡ്ജിങ് വണ്ടിയിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. അതുപോലെ തന്നെ ഈ ഒരു റിയർ വിൻഷീൽഡിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ റിയർ വിൻഷീൽഡ് കൊടുത്തിട്ടുള്ളത്. നേരെ തൊട്ട് താഴത്തേക്ക് നേരെ നോക്കുമ്പോൾ ടെയിൽ ലാംപ്സ് ഒക്കെ ആ ഒരു സ്റ്റോക്ക് സെൻറ്റിൽ കാണുന്ന പോലെ തന്നെ ടെയിൽ ലാംപ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു റിയർ ബമ്പേഴ്സിൻ്റെ അപ്സൈഡ് പോർഷനിലും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത് നേരെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് എക്സിറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് വണ്ടിയുടെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് നമുക്ക് നേരെ ബാക്കിൽ നിന്ന് വിസിബിൾ അല്ല. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു വാഹനത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ അപ്പർ സൈഡിൽ കണ്ട പോലെ എക്സാക്ട്ലി ഇത് സെയിം ആണ് ഈ ഒരു സൈഡിലും വരുന്നത്. എക്സെപ്റ്റ് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് വരുന്നത് 35 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് തുറന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഒരു സീറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് വരുന്നില്ല. സീറ്റ് മാത്രമല്ല സ്പെയർ വീല് പോലും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം വെയിറ്റ് റിഡക്ഷനാണ് ഈ ഒരു വണ്ടിയിൽ കൂടുതൽ ചെയ്തിരിക്കുന്നത്. കാരണം വണ്ടി തൊട്ട് കഴിഞ്ഞ ജെറ്റാണ്. ആ രീതിയിലാണ് ഈ ഒരു വണ്ടി സ്പെക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സോ നേരെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഹാൻഡിൽസ്, ഡോർ ഓപ്പണർ കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനും കൂടിയില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. സോ നമുക്ക് സ്ട്രേറ്റ് വേ വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാ കസ്റ്റം സീറ്റ്സ്, ബക്കറ്റ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും നേരെ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കാം. ആൻഡ് എൻ്റെ മോനെ സെന്നിൻ്റെ അകത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. കാരണം ഞാനും ഒരു സെൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സെന്നാണ് ഇതേ കിടക്കുന്നത്. സോ എന്തായാലും ഈ ഒരു ഇൻറ്റീരിയറിനെ പറ്റി ബാക്കി പറയുകയാണെങ്കിൽ ബാക്കി ഫുള്ളി ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു സെന്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഒരു സെൻറ്റർ കൺസോൾ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് AC വെൻസും അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ ഓപ്പണറും ഡോർ ഹാൻഡിൽസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ സൺബ്ലൈൻഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ അതെല്ലാം റിമൂവ് ചെയ്തേക്കുവാണ്. ആദ്യം പറഞ്ഞു വെയിറ്റ് റിഡക്ഷൻ. ഓക്കെ, സോ എന്തായാലും നമുക്ക് നേരെ ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ട് വണ്ടിയുടെ നേരെ ഡ്രൈവർ സീറ്റിൽ പോയിരുന്നു അവിടെ എന്തൊക്കെ സംഭവമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതൊക്കെ മുന്നേ നമുക്ക് നേരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിബർട്ടി വേൾഡ് വൈഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു വണ്ടിയുടെ ഓണർ ജോസഫ്, എൻ്റെ ഫ്രണ്ടാണ്. സോ ജോസഫിൻ്റെ തന്നെ ഓൺ ബ്രാൻഡായ ലിബർട്ടി ലൂബ്രിക്കൻസിൻ്റെ ഫ്ലൂയിഡ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ മൊത്തത്തിൽ യൂസ് ചെയ്ത് വരുന്നത്. സോ അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കി പുറമേ എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിൽ കയറി അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. കസ്റ്റം സെമി ഡീപ്പ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരെ സെൻറ്ററിൽ കൺസോളിലേക്ക് നേരെ നോക്കുമ്പോൾ സെൻറ്ററിലായിട്ട് തന്നെ സ്പീഡോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് എഞ്ചിൻ ടെമ്പറേച്ചറിൻ്റെ ഗേജ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്. ഈ ഒരു 3 ഗേജസ് കൂടാണ്ട് അഡീഷണൽ 2 ഗേജസ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ റൈറ്റ് സൈഡിൽ വരുന്നത് ഓയിൽ ടെമ്പറേച്ചർ ഗേജാണ് വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് RPM ഗേജാണ് കൊടുത്തിരിക്കുന്നത്. സോ ബാക്കിയെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഗിയേഴ്സിൻ്റെ ഭാഗത്ത് നേരെ നോക്കുമ്പോൾ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി ഗിയർ ബോക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഹാൻഡ് ബ്രേക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വരുന്നത്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എക്സോസ് നോട്ട്. പക്ഷേ വണ്ടി ഐഡിയലിൽ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സൈലൻ്റ് ആണോ. ആൻഡ് ഈ ഒരു ഗേജ് കണ്ടു. ഈ ഒരു ഗേജിൽ എബോവ് 60 വന്നാൽ മാത്രമാണ് നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ 70 എബോവ് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടി അബ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓ, ഈ ഒരു
എക്സോസ്റ്റ് റണ്ണിങ്ങിലാണെങ്കിൽ കുറച്ചുകൂടി ക്യൂട്ടാണ് കേൾക്കാനായിട്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ജോസഫിൻ്റെ വണ്ടിയാണ്. പക്ഷേ ജോസഫ് ഇപ്പോൾ നമ്മുടെ കൂടെ എത്തിയിട്ടില്ല. സോ ജോസഫിൻ്റെ ഫ്രണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അർജുൻ ബ്രോ നമ്മുടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ എന്തായാലും അർജുൻ ബ്രോയോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അർജുൻ ബ്രോ, ആദ്യം തന്നെ ചോദിക്കാമല്ലോ, എന്തുകൊണ്ട് ഈ ഒരു സെൻ 1.6 ആക്കി? ഇപ്പൊ ജോജോയുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടത് ഈ ക്ലാസ്സിലെ ഏറ്റവും മിക്ക വണ്ടികൾക്കും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആശാൻ. ഒരു എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വേണ്ടത്. അപ്പൊ ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും പുള്ളിക്ക് 1.3 ഉണ്ട്. പക്ഷെ 1.6 ആണ് എല്ലാത്തിനെയും കൊല്ലാൻ പറ്റിയ ഒരു വണ്ടി എന്നുള്ള 1.6. ചെറിയൊരു വെടി കൊടുക്കുക എന്ന് തന്നെയാണ് മനസ്സിലൊരു ലക്ഷ്യം. ആശാന്റെ മൈൻഡും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ബിൽഡ് ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം സജസ്റ്റ് ചെയ്തതും 1.6 തന്നെയാണ്. അങ്ങനെയാണ് ജോജോ ഒരു സെൻ എടുത്ത് അതിനെ സ്വാപ്പ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോയത്. നൈസ്. അപ്പോൾ അടുത്ത ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സർവീസ്, സ്പെയർ, മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്? സർവീസ്, സ്പെയറും കാര്യങ്ങളൊക്കെ നോർമൽ വണ്ടിക്ക് ഉള്ള പോലെ തന്നെ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ തലവേദനകളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് റെഹിസ് കോൺസെപ്റ്റ്സ് വരെ കൊണ്ടുപോണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. സ്പെയർസ് കാര്യങ്ങളൊക്കെ ഈസിലി അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഫൈൻ. അടുത്തായിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും, ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തതിന് എന്ത് റേറ്റ് ആയി കാണുമായിരിക്കും, ഒരു എസ്റ്റിമേറ്റ് ഒക്കെ? ഇത് ഓൾമോസ്റ്റ് 9 lakhs കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. അതില് കുറച്ച് റൊട്ടീൻ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2 lakhs തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്. ഓക്കെ. എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു വന്നപ്പോഴേക്കും 9 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അതാണ് ഒരു നിയർലി അബൌട്ട് 9 lakhs ആണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? നെഗറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഫാമിലി കാർ പോലെ എന്തായാലും കൊണ്ടുനടക്കാൻ പറ്റില്ല, കാരണം AC ഇല്ല. ഓക്കെ. പിന്നെ എന്താ പറയുക, ഇപ്പൊ കോലോസിലാണ് വണ്ടി ഓടുന്നത്, അതുകൊണ്ട് ആ ഫാമിലി കാറിന് കിട്ടുന്ന ഒരു കംഫർട്ട്, പ്ലസ് ഫീൽ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല അത്രയും. ഓക്കെ, ഫൈൻ. ഒരു വീക്കെൻഡ് എന്താ ഒരു വീക്കെൻഡ് കാർ, ഒരു വീക്കെൻഡ് ഫൺ ഡ്രൈവ് എല്ലാ ഗാങ്ങുമായിട്ട് പോവുക, അടിച്ചു പൊളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഡെയിലി ഡ്രിവൺ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആവാൻ നമുക്കൊരു പിടിയില്ല. ഓക്കെ, ഫൈൻ. മെയിൻ്റെനൻസ് വൈസ് നേരെ നോക്കുവാണെങ്കിലോ? മെയിൻ്റെനൻസ് വൈസ് ആണെങ്കിലും വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് യൂഷ്വൽ ഒരു സാധാ ഒരു കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ റൊട്ടീൻ മെയിൻ്റെനൻസ് കൊണ്ടുപോകാം. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഹൈ പെർഫോമൻസ് സൈഡ് എഞ്ചിനിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് കാരണം നമുക്ക് ചിലപ്പോൾ ഇത് വലിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ വലിയ മെയിൻ്റെനൻസ് ഇഷ്യൂസ് ഞാൻ കാണുന്നില്ല. ഏത് പ്രൊജക്ട് കാറിനാണല്ലോ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അത് അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വണ്ടിയായിട്ട് നേരെ പുറത്ത് ടൗണിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ അതേ ജോസഫ് റോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഫുൾ പെർഫോമൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാൾക്കാണ് ഈ ഒരു വണ്ടി പേടി കൂടാണ്ടെന്ന് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ജോസഫ് റോയുടെ കൂടെ വണ്ടിക്ക് ചെറിയൊരു സ്പിന്ന് പോയി നോക്കാം. നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും ഞെട്ടിക്കുന്ന റൈറ്റ് ആണ്. കാരണം മാരുതി സുസുക്കി സെന്റിന്റെ 0 to 160 മീറ്ററിൽ 160 വരെ ഉള്ളൂ. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പവർ പാക്ഡ് ആയിട്ട് വണ്ടിക്ക് അകത്തിരിക്കുവാണ്. ഫ്രണ്ടിലെ ബ്ലോക്ക് കാരണം. A few moments later.
അപ്പൊ അങ്ങനെ നമ്മള് വണ്ടിയിൽ ചെറിയൊരു പൊളി കഴിച്ചു. എന്റെ മോനെ കിളി മാത്രല്ല കിളിക്കൂട് വരെ പറന്നു പോകും ഈ ഒരു വണ്ടിയിൽ. അവർ കറക്റ്റായിട്ട് ഒരു 0 to 1 സിസ്റ്റം കിട്ടിയില്ല ഫ്രണ്ടിൽ വരെ വണ്ടി കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും 160 വണ്ടി ഈസി ആയിട്ടാണ് കയറണം. എനിക്ക് മനസ്സിലാവുള്ള എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ 160 കയറണം എൻ്റെ മോനെ. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു വെക്കാൻ പോകണം. നമ്മൾ വണ്ടിക്ക് അകത്തെത്തി. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജോസഫ് ബ്രോ കാണിച്ചു തന്നു വണ്ടി എങ്ങനെയാണ് പോയെന്നൊക്കെ. കിളിയും കിളിക്കൂടും എല്ലാം പറന്നു പോയി. സോ എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു വെക്കാൻ പോവാണ്. വണ്ടി ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തെറിക്കുവാണ് എൻ്റെ മോനെ. ഇതിങ്ങനെ ഓടിക്കാനായിട്ട് സമ്മതിക്കാനായിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വണ്ടി. ഒരു ഫസ്റ്റ് റെസ്പോൺസ്. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കയറി ഇരുന്നു, വണ്ടി പിടിച്ചു, ഗിയറിലിട്ട് എടുത്തപ്പോൾ തന്നെ വണ്ടി അങ്ങ് തെറിക്കുവാണ്. എന്നെ അങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞൊരു ഫീലാണ് ഈ ഒരു വണ്ടിക്ക്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്തത് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഒരു സീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്. ഒരു ഹോട്ട് ഹാച്ച് ആയതുകൊണ്ട് തന്നെ വണ്ടി ഈസിലി ഫ്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു വണ്ടി കയറി പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കസ്റ്റം സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഉണ്ട്. ഒരു റാലി സീറ്റ്സിലേക്ക് ഇരിക്കുന്ന പോലെ നമ്മളെ വണ്ടി സീറ്റിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുവാണ്. സോ നല്ലൊരു കംഫർട്ടബിൾ നമുക്ക് ഒരു വണ്ടി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ലക്ഷറി കാറുകളിൽ കാണുന്ന പോലത്തെ അത്ര വലിയൊരു കംഫർട്ട് അല്ല. ഇതൊരു ഫൺ ഡ്രൈവ് മെഷീൻ തന്നെയാണ് എൻ്റെ മോനെ. ഇത് വേറെ ഒരു ലെവൽ മെഷീനാണ്. പിന്നെ അടുത്ത ഇതിന്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു 8-9 മൈലേജ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 13-14 നമുക്ക് ഇതിനൊരു ഹൈവേ മൈലേജ് കിട്ടുന്നതാണ്. വണ്ടി ഒരു ഫൺ ടു ഡ്രൈവ് മെഷീൻ തന്നെ. ഒരു നോർമൽ സെൻ ഓടിക്കുക എന്നുള്ള മൈൻഡിലൊന്നും ഇത് കയറി ഓടിക്കാൻ നിൽക്കരുത് കേട്ടോ എൻ്റെ മോനെ. ഇത് 1.6 ആണ് ഈ വണ്ടി. നമ്മൾ സാധാ പോലെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കും വണ്ടി. ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ഇതിനകത്തിരിക്കുന്ന ആൾക്കാരെ വരെ പേടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു വാഹനത്തിനുണ്ട്. അത്രമാത്രം വേറെ ലെവല് അൾട്ടിമേറ്റ് ഡ്രൈവ് മെഷീനാണിത്. അല്ലെങ്കിൽ ഒരു മിസൈലിന്റെ കുഞ്ഞെന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ ഒരു വണ്ടി എൻ്റെ മോനെ. എൻ്റെ മോനെ സെന്ന്, ഇതാണ് സെന്ന് 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോക്കറ്റ് റോക്കറ്റ് തന്നെ. എന്നാ പറയും, ഇതാ ഓടിച്ചപ്പള്ളി ഒരു വണ്ടിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളി മാത്രമല്ല കിളിക്കൂടും മറന്നു പോകണ ഒരു ഫീല്. അപ്പോൾ എന്തായാലും യാതൊരു ഡൗട്ടില്ലാണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഇതാണ് കേരളത്തിലെ ദ ക്വിക്കസ്റ്റ് സെൻ ഇൻ കേരള എന്ന്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ മാരുതി ഒന്നും കൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയമായിരിക്കുമാണ്. കാരണം മാരുതിയുടെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പല വണ്ടികളെയൊക്കെ കൂടുതൽ ഡിമാൻഡ് മാരുതിയുടെ പഴയ പല വണ്ടികൾക്കുമുണ്ട്.
സോ എന്തായാലും മാരുതി ഒന്നും കൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.